ആസ് യു ഓൾ നോ, രേണുസുതി കോണ്ടൻറ്റുകൾ എടുക്കുന്നത് വളരെയധികം കുറവാണ്. ഇപ്പോൾ അത് ചെയ്യാൻ കാരണം ഒരു രേണുസുതി കോണ്ടൻറ്റ് മാത്രമായിട്ടല്ല, ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉണ്ട്. ഇതിൽ രേണുസുതി സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കി വെച്ച് അതിൽ കുറച്ചധികം ആളുകൾ രേണുസുതിയെ സബ്സ്ക്രൈബ് ചെയ്തത് മുതൽ വളരെ വലിയ ബിഗ് സീൻസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ 1200 സബ്സ്ക്രൈബേഴ്സ് രേണുസുതിക്ക് ഉണ്ട്. 1099 റുപ്പീസ് മന്ത്ലി, അതായത് 200 രൂപയോളം അടുപ്പിച്ചിട്ടാണ് മന്ത്ലി എന്ത് വരുന്നത്, സബ്സ്ക്രിപ്ഷൻ പൈസ രേണുവിന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 200 ഇൻറ്റു 1200, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഈ ടൈമോട് കൂടിയിട്ടോ ചിലപ്പോൾ അത് കൂടിയിരിക്കാം കേട്ടോ. എന്താണെങ്കിലും 2-2.25 ലക്ഷം റുപ്യ അടുപ്പിച്ച് രേണുസുധീന് ഈ ഒരു പെർട്ടിക്കുലർ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ കോണ്ടൻറ്റുകൾ കുറേ പേരെടുത്തിട്ട് പുറത്തിട്ടു. അതായത് സബ്സ്ക്രൈബ് ചെയ്ത് അകത്ത് കയറി രേണുസുധി എക്സ്ക്ലൂസീവ്ലി പൈസ കൊടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ്സ് എല്ലാം കൂടി എടുത്ത് പുറത്തിട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ആൻഡ് രേണുസുധി എന്തിനാണ് ഇതുപോലെ എക്സ്ക്ലൂസീവായിട്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്? അപ്പോൾ അത് എന്ത് കാണിക്കാനാണ്? ഇതാണ് ചർച്ച നടക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്നു, അവർ എന്തോ കാണിക്കട്ടെ. ആ കാണിക്കുന്നത് കാണാൻ ആളുകളുണ്ട്. അതാണല്ലോ ഇപ്പോൾ 1200ഓളം സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ആയത്. 200 രൂപ കൊടുത്തിട്ട് അത് കാണാൻ ആളുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ കേരളത്തിൻ്റെ എന്ത് ചോർന്നു പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ, കേരള എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചു, എന്തെങ്കിലുമൊക്കെ ചാടിപ്പോയോ? അവരൊരു വിധവയായിട്ടുള്ളൊരു ലേഡി, അവരുടെ റീൽസുകളിൽ വാണ്ടഡ്ലി ഇവിടുത്തെ വ്യൂവേഴ്സിനെ മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടികൾ, സെയിം പരിപാടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അവിടെയും കാണിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. വ്യൂവേഴ്സിൻ്റെ ക്യൂരിയോസിറ്റി, വ്യൂവേഴ്സിൻ്റെ ഒരു തരം എന്താ പറയുക, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളവരുണ്ട്, അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളവരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മിൽക്ക് ചെയ്ത് കാശാക്കുക. അതവർ സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഭാരതത്തിൻ്റെ ഒലിച്ചുപോയി, സ്ത്രീയുടെ എന്തെങ്കിലും ഒലിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ആരും പോവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാണിച്ചിട്ട് പോട്ടറേ, അല്ല എന്ത് പറയും. ഇതിപ്പോൾ പറയും തോറും കൂടുതൽ കാണിക്കുകയുള്ളൂ. പറയാതിരുന്ന് കഴിഞ്ഞാൽ കാണിക്കാതിരിക്കില്ല. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഈ കാര്യം. തന്നെ രേണുസുധി കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. ഹായ്, നമസ്കാരം. രേണുസുധിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം ഇവര് പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടി തന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുക. നീ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? ഇവിടെ ഓരോ രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് വരെ ചോരുന്നു. അപ്പോഴാണ് രേണു ചേച്ചീൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറി
അതിലെ ഫോട്ടോ വീഡിയോ ചോർത്തിന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ട് കൊടുത്തിട്ട് എന്ത് കാര്യം? അത് മാനനഷ്ട കേസ്. എന്തിൻ്റെ കാര്യത്തിൽ? ഒന്നും നടക്കാൻ പോണില്ല. മെറ്റ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ളത് എന്തിനാണ്? ഇപ്പോൾ ഒരു സ്പെസിഫിക് നീഷ് ടാഗിലിരിക്കുന്ന ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ, അവർക്ക് അവരുടെ റെഗുലർ വ്യൂവേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അവരുടെ സബ്സ്ക്രൈബ്ഡ്, അതായത് പൈസ തരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി വേർത്തി ആയിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഫുഡ് വ്ളോഗറിന് റെഗുലർ കോണ്ടൻറ്റുകൾ പുഷ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് ഹിഡൻ സ്പോട്ട്സ്, കുറച്ച് സ്പെഷ്യൽ മെന്യൂസ്, കുറച്ച് ഫുഡുകളൊക്കെ അവരെ പരിചയപ്പെടുത്താൻ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുള്ള സാധനം ഓണാക്കി വെച്ച് കുറച്ച് ക്ലോസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അതിലവർക്ക് എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഫാഷൻ ഡിസൈനേഴ്സ് അവരുടെ പുതിയ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് അവരുടെ മെമ്പേഴ്സിന് പുഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടും ടെക്കായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഓണാക്കി വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടികൾ. എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ്. എക്സ്ക്ലൂസീവായിട്ട് കണ്ടൻറ്റുകൾ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ട്രെൻഡ് എന്താ അറിയൂ? ക്ലീവേജ് കാണിക്കാനും നേവൽ കാണിക്കാനും മുന്നും ബാക്കും ഇരുന്നും തള്ളിയും കിടന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മെറ്റ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊരു കുൽസിതത്തിന് വേണ്ടിയുള്ള പരിപാടിയാക്കി ഇത് മാറ്റും എന്നുള്ളത്. ഇതിവർ ആ സെൻസിലെടുത്തുകൊണ്ടാണ് ഈ സംഗതികൾ ഈ രീതിക്ക് പോണത്. ആൻഡ് ഇത് ഈ രേണുസുതിയെ പോലുള്ളവർക്ക് ഇത്രയും ക്രിറ്റിസിസം കേൾക്കാനുള്ളൊരു വിഷയം അവിടെ തന്നെ നടക്കുന്നത്. രേണുസുതിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ പല കണ്ടൻറ്റിലും പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടിക്കൂടെ, എക്സ്ക്ലൂസീവായിട്ട് അവിടെ മാത്രം പാട്ടിരുന്ന കണ്ടൻറ്റ് അവിടെ മാത്രം ഇട്ടിട്ട് പോവുക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് പോകാം. പക്ഷേ അവർ ഓപ്റ്റ് ചെയ്തത് എന്താ? ക്ലീവേജ് കാണിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നെയ്വൽ കാണിക്കാനും ആണെന്നുണ്ടെങ്കിൽ അത് കാണാൻ കാശ് കൊടുത്ത് കയറുന്നവൻ കാണുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ക്രിറ്റിസിസം കേൾക്കുകയോ ഇല്ലേ? രേണുസുതിക്ക് ഇത് ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ക്രിറ്റിസിസം കേൾക്കുന്നത്. ഞാൻ പറയുമ്പോൾ ചേച്ചി ഓരോ ക്രിറ്റിസിസം കേൾക്കുമ്പോഴും രേണു ചേച്ചി എന്ത് ചെയ്യും? കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു വിഷയമില്ല, കാണിക്കുക ചേച്ചി. ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഇവിടെ സംസ്കാരത്തിനെ കുറിച്ച് പറയുന്നവരോട് പറയാനുള്ള ഈ നാട്ടിൽ ദേവദാസി സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു ഒരു നാടാണ്. മനസ്സിലായോ? ഒരു രാജാവിൻ്റെ രാജഭരണകാലത്ത് വരെ അല്ലെങ്കിൽ പുണ്യപുരാതന ഐതിഹ്യങ്ങളിൽ വരെ രാജാക്കന്മാരെ അടക്കം കുത്തുവാളടിപ്പിച്ചത് ദേവദാസിമാരാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സായിട്ട് കൂമ്പാരമായിട്ട് കയറിയിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് 200-300 മാസം വെച്ച് കൊടുത്ത് കുത്തുവാളെടുക്കുകയാണെങ്കിൽ എടുത്തോ. അവർക്ക് കാശാണ് വേണ്ടത്. ആ കാശ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ എല്ലാ പരിപാടികളും അവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിനവർ എല്ലാ മാർഗവും സ്വീകരിക്കും എന്നുള്ളത് അവരുടെ ഈ അടുത്ത കാലത്തുള്ള കണ്ടൻറ്റുകളിലുള്ള സംസാരം അവരുടെ കാട്ടിക്കൂട്ടിൽ നിന്നും മനസ്സിലാവുന്നില്ല ഇപ്പോഴും മലയാളികൾക്ക്. അപ്പോൾ ഇവിടെ ഈ രേണുസുതിക്കാണോ പ്രശ്നം? റിയാക്ഷൻ ചാനൽസിനാണോ പ്രശ്നം? അല്ല, ഇവിടെ റിയാക്ഷൻ ചാനൽസിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ എന്നെപ്പോലുള്ള ചാനലുകളുടെ ആവശ്യം എന്താ? രേണുസുതിയെ കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ഇപ്പുറത്ത്, ഓൺ ദ അതർ ഹാൻഡ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന വേറൊരു ടീം. ഈ രണ്ട് ടീമിൻ്റെയും വ്യൂവർഷിപ്പാണ് ഒരു റിയാക്ഷൻ ചാനലിന് ആവശ്യം. ആൻഡ് രേണുസുതിക്ക് ആവശ്യം എന്താ? ഇതേ സാധനം തന്നെ, സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും. എൻഡ് ഓഫ് ദ ഡേ ഇത് ആരുടെ വിഷയമാണ്? വ്യൂവർഷിപ്പിൻ്റെ പ്രശ്നമല്ലേ? വ്യൂവർഷിപ്പ് ഇഗ്നോർ ചെയ്യുന്നില്ല, നോട്ട് ഇൻട്രസ്റ്റഡ് കാണിക്കുന്നില്ല. അവർക്ക് രേണുസുതിയെ ഒരു 10 തെറി വിളിക്കാൻ അവരുടെ ഒരു മൂഡ് പോലെ കമൻറ്റ് ബോക്സിൽ കയറി തെറി വിളിക്കുന്നവർ, ആ തെറി വിളിക്കുന്നവരെ പോയി തെറി വിളിക്കാൻ രേണു സപ്പോർട്ടേഴ്സ് വേറെ. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഈ വ്യൂവർഷിപ്പ് ഇങ്ങനെ പരന്ന് കിടക്കുക. ലാലേട്ടനും മമ്മൂട്ടിക്കും ഇല്ലാത്ത റീച്ച് രേണുസുതിക്ക് എന്ന് പറഞ്ഞ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ. എന്തിട്ടാലും രേണുസുതി വൈറലാണ്. അപ്പോൾ പിന്നെ ഈ വ്യൂവർഷിപ്പിനെ മിൽക്ക് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യുന്ന കൂട്ടത്തിൽ റിയാക്ഷൻ ചാനൽസും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റമായിട്ട് വളർന്നു. രേണുസുതി എന്നുള്ളൊരു എക്കോസിസ്റ്റമായിട്ട് വളർന്നു. എന്താണ്, ഈ സുധിയുടെ ഫോട്ടോ മാറ്റിയിട്ടാണ് സബ്സ്ക്രിപ്ഷനും പരിപാടി അവർ തുടങ്ങിയിട്ടുള്ളത്. ചാനലിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടി സുധിയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പം ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിൻ്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവന്മാരെടുത്തോട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് തന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും കേൾക്കുന്നതും. അപ്പോൾ ഇവർ ഈ ഡൗൺ ടു എർത്ത് സാധനമൊക്കെ പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ പറയുന്ന പോലെ തന്നെയാണ്
ശരണ്യ സന്തോഷ്, സ്റ്റോറീസ് ഓഫ് സാറ. സ്റ്റോറീസ് ഓഫ് സാറയ്ക്ക് 7436 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. 400 രൂപയാണ് മന്ത്ലി അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീ വരുന്നത്, 400 റുപ്പീസ്. ഈ 400 റുപ്പീസ് കൊടുത്തിട്ട് 7500ഓളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കോണ്ടൻറ്റ് കാണുന്നുണ്ട്. എത്ര ലക്ഷം രൂപയാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. 30 ലക്ഷം രൂപയാണ് അവരുണ്ടാക്കുന്നത്, 30 lakhs. അപ്പോൾ മന്ത്ലി 30 lakhs, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, 30 ലക്ഷം രൂപ മന്ത്ലി. അപ്പോൾ അവരൊക്കെ ഉള്ളൊരു നാടാണ്, മലയാളികളായിട്ടുള്ള അത്രയും 30 ലക്ഷം രൂപ മാസം വാങ്ങുന്ന ആളുകളുള്ള നാട്ടിൽ രേണുസുതി 1000, 1200 എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങി വരുന്നല്ലോ. ചേച്ചിയും കയറി പോട്ടെ. അപ്പോൾ നിങ്ങൾ ചേച്ചിയെ പറ്റ താഴ്ന്ന് വേറെ 200, 300 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായിട്ട് കമ്പയർ ചെയ്യില്ലേ? കുറച്ചും കൂടി കയറി വരുന്നുണ്ട്, കയറി വരട്ടെ. ഇതിനിടയിൽ ഒരു കംപ്ലൈൻറ്റ് എങ്ങാണ്ട് പോയി എന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രേണുസുതിക്കെതിരെ. അതെന്താണെന്ന് നോക്കാം. ഞാനേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അത് ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പം സമയം 4 മണിയായി, 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണുസുതിയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഇവർ കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാറ് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 25,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 25,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ച് കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലയിൻറ്റ് റിസീവ്ഡ്, ഇതിപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിങ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോകളാണെന്നുള്ള ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട്, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പോൾ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രേണുവിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫർദർ എന്താണെന്നുള്ള ഫോളോ അപ്പ് ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മൂവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ രേണുസുതിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ രേണുസുതിയെ എന്താ പറയുക വിമർശിക്കുന്നവർക്കൊരു സന്തോഷമായിരിക്കുകയാണ്. ഒരാൾ കയറി കേസ് കൊടുത്തു. ഇതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? നിങ്ങളൊന്ന് പറ. ഒന്നും നടക്കാൻ പോകുന്നില്ല. കേസിൻ്റെ വഴിക്ക് അങ്ങനെ പോവും. ലാസ്റ്റ് പോലീസുകാർ വിളിച്ച് അന്വേഷിക്കുമ്പോൾ രേണുസുതി പറയും, ഞാൻ എവിടെയും ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ല,
എൻ്റെ വീഡിയോസിൽ എവിടെയും ഞാൻ വൾഗാരിറ്റി കാണിക്കുന്നില്ല. സിമ്പിളായിട്ട് പറയും. പിന്നെ അവിടെ ഒന്നും കുട്ടികളുടെ ആസ്പെക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തിനാ സോഷ്യൽ മീഡിയ എന്ന് കൊടുത്തതെന്ന് ചോദ്യമായിട്ട് പോലീസുകാർ തിരിച്ച് വേറെ വല്ല ചോദ്യം ചോദിച്ച് വിട്ടളയും. അതുകൊണ്ട് രേണുസുധിയുടെ വീഡിയോസിന് നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ സാധനം അടിച്ചോ, അല്ലെങ്കിൽ 3 കുത്തു സാധനം ഉണ്ടാവും, അതൊന്ന് കുത്തിയിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, അങ്ങനത്തെ പല പരിപാടിയുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്ത് വിടാമല്ലോ, പിന്നെ ഈ സാധനം വരില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് വിടാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. അവിടെ കേസ് കൊടുത്തത് കൊണ്ട് വീണ്ടും രേണുസുധിക്കൊരു വിസിബിലിറ്റി എന്നല്ലാതെ, അല്ലെങ്കിൽ കേസ് കൊടുത്ത വ്യക്തിക്കൊരു വിസിബിലിറ്റി, ഒരു മനസ്സമാനം, അതിനപ്പുറത്തേക്കില്ല. പിന്നെ ഈ മദ്യം പ്രൊമോട്ട് ചെയ്തു കേരള സർക്കാർ തന്നെ. ഇതിപ്പോൾ വിദേശ മദ്യമോ അല്ലെങ്കിൽ ബെഫ്കോന്ന് വാങ്ങുന്ന ആ മദ്യമല്ലല്ലോ, കള്ളല്ലേ, പോഷകം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം കേരള സർക്കാർ തന്നെ പുഷ് ചെയ്യുന്നത്. വേണമെങ്കിൽ രേണുസുധീനെ വിളിച്ചിട്ട് ഇവരൊരു അവാർഡ് കൊടുക്കും. ഇത് പോഷകം. ഇപ്പോൾ സർക്കാർ അറിയാനായല്ലോ. ഇപ്പോൾ ഇവന്മാരെന്നെ വന്ന് 3.0 വരികയാണെന്നുണ്ടെങ്കിൽ രേണുസുധിക്ക് മിക്കവാറും ഒരു അവാർഡ് കിട്ടും. എന്തിന്? കള്ള് പ്രൊമോട്ട് ചെയ്തതിന്. ചെത്ത് കള്ള് പ്രൊമോട്ട് ചെയ്ത് പോഷകം പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവന്മാരെ വിളിച്ചിട്ട് സ്വീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡോ കൊടുത്ത് വിടും. അതും നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊരു ഷോർട്ട് ഫിലിം ഷൂട്ടാണ്, അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സെറ്റ് ഇട്ടതാണ്, അത് കഞ്ഞിവെള്ളമായിരുന്നു, അത് കള്ളല്ല എന്നുള്ള രീതിക്കുള്ള വർത്തമാനമൊക്കെ അവർക്ക് പറയാൻ പറ്റുന്ന കേസേ ഉള്ളൂ ഇതിനകത്ത്. എക്സൈസ് വകുപ്പ് അൽഫുഡി സൂരജിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്പറൊക്കെ ഉള്ളൊരു ഷാപ്പിൽ കയറി ചെന്നിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തതാണ് എൻ്റെ അറിവ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ ഇപ്പോൾ ഇത് ഒറിജിനൽ ഷാപ്പാണോ അതോ സെറ്റാണോ? ഇനി ഒറിജിനൽ ഷാപ്പിൽ തന്നെ ഇവർ ഇത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ, അങ്ങനെ കുറേ നൂലാമാലകൾ. ഇത് ഷൂട്ടാണല്ലോ. വെറുതെ ഇങ്ങോട്ട് ദാസേട്ടനും രേണുവും കയറി ചെന്നൊരു വ്ളോഗ് എടുക്കേണ്ട ഭാഗമായിട്ട് കള്ള് ഷാപ്പിൽ ചെന്ന് കള്ളും കുടിച്ചിട്ട് ചിയേഴ്സ് അടിച്ചിട്ട് മക്കളെ നിങ്ങൾ കള്ള് കുടിക്കൂ എന്നല്ലല്ലോ, ബീഫ് സാപ്പിടുന്ന് വേടം പറഞ്ഞ പോലെ കള്ള് കുടിക്കൂ എന്നല്ലല്ലോ പറഞ്ഞ്. ഇത് അവരൊരു ആക്ടിൻ്റെ ഭാഗമായിട്ട് കുട്ടനാടൻ മുഞ്ചയിലെന്നൊക്കെ പറഞ്ഞ് പാട്ട് വിട്ടിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. ഇനി ഇതിലും നിൽക്കുന്നില്ല രേണുസുധി, ഇതിലും കൂടുതൽ തീർക്കണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പാട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ ഒറിജിനൽ മേക്കേഴ്സിനെ കണ്ട് ആ പാട്ടിനെ അപമാനിക്കുന്ന രീതിയിൽ നിന്നും അങ്ങനെയും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതിലും നിൽക്കൂല സാധനങ്ങളൊന്നും. ഇതിപ്പോൾ ദാസേട്ടൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അയാൾക്ക് ഇനി വല്ല വള്ളി വന്നാലേ ഉള്ളൂ. ഇല്ല, വരാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സൈസിനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തൊരു സാധനം അത് ഡമ്മി ആയിരുന്നു എന്നോ കഞ്ഞിവെള്ളമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ട വിഷയങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതിനു മുകളിലൊന്നും പ്രത്യേകിച്ച് ഒരു മനസ്സമാനത്തിനൊരു കേസായി എന്നുള്ളത് മാത്രം പറയാമെന്നല്ലാതെ വേറെ ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടാവാൻ വളരെ വളരെയധികം പാടാണ്. ഓക്കെ, കാരണം ഇത് ഒന്നാമത് ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുമ്പോഴും കോർട്ടിലെത്തുമ്പോഴൊക്കെ വിധേയമായ ഒരു ലേഡി വയറ്റിപ്പഴപ്പിന് വേണ്ടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ പല രീതിയിൽ തള്ളിച്ചു വിടാം. ഓക്കെ, അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ 2 രീതിയിലാണ്. ഒന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, കണ്ട് തെറി വിളിക്കാൻ താല്പര്യമുള്ളവർ. ഇത് രണ്ടും താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് കാണുന്ന ആളുകൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ നമ്മൾ റിയാക്ട് ചെയ്ത് കാശുണ്ടാക്കും. ഡെഫിനറ്റ്ലി രേണുവിൻ്റെ കണ്ടൻറ്റ് മാത്രം ഇട്ടിട്ട് ദിവസം എങ്ങനെ കളിച്ചാലും ഒരു $50 $100 കിട്ടുന്ന ആൾക്കാർ എക്സിസ്റ്റിംഗ് ആണ്. ചില ചാനൽസ് പോണ തന്നെ രേണുസുധി മുന്നിൽ മറ്റേ ബോർഡ് വെച്ച പോലെ ഈ ചാനലിൽ ഐശ്വര്യ രേണുസുധി ഇത് വെച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ രേണുസുധി ഈസ് എ ഹോട്ട് വ്യൂവർഷിപ്പ് കണ്ടൻറ്റ്. അപ്പോൾ അത് അവർ എടുക്കാതിരിക്കില്ല, രേണുസുധി അവരെ ഫീഡ് ചെയ്യാതിരിക്കില്ല. അപ്പം അങ്ങനെ ഇതൊരു ഞാൻ പറഞ്ഞ ഒരു എക്കോസിസ്റ്റം പോലെ വളരെയാണ് രേണുസുധി എന്നുള്ള കോണ്ടൻറ്റ്. അതിനി അങ്ങോട്ട് കൂടാനേ വഴിയുള്ളൂ. കാരണം അവർ ഓരോ എലമെൻറ്റും അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കല്യാണം, അതിൻ്റേതായിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ, അതിനെ ചുറ്റിപ്പറ്റി ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റിയിട്ട് അങ്ങനെ 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 ഇതിങ്ങനെ പോവും. ഇത് നിൽക്കാൻ പോണില്ല. അവർക്കറിയാം, അവർക്ക് എവിടെ എന്ത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് അവരതിങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അന്ന് അവർ ഏതൊക്കെ രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമോ അവർ അത്രയും റവന്യൂ ഉണ്ടാക്കും. ഡാറ്റയും കളഞ്ഞ് ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിൽ രേണുസുധി ടൈറ്റിലും തംബ്നെയിലും കണ്ടുവരുന്നവർ ഇത് കണ്ടിട്ട് അങ്ങനെയും ഡാറ്റ പോകും, രേണുസുധീനെ കണ്ടും ഡാറ്റ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വ്യൂവർഷിപ്പ് ഉണ്ട് ഇവിടെ. ആ വ്യൂവർഷിപ്പാണ് അവരുടെ ബലം. സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരെന്നെ പറയുന്നത് എന്നേക്കാൾ വലിയ സെലിബ്രിറ്റീസിന് ഇത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ, എനിക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത്. അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുണ്ട്. അവർ കൊടുക്കുന്ന കണ്ടൻറ്റുകൾ അവരെന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഒന്നുമില്ല, ഞാൻ റീൽസ് എങ്ങനെയാണോ നോർമലായിട്ട് ഇടുന്നത് അതുപോലത്തെ സാധനങ്ങൾ തന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ എന്നുള്ളത്.
വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ക്ലീവേജും നേവലും തന്നെ, വേറെ ഇതിലും കൂടുതലില്ല. മനസ്സിലായോ? അത് കണ്ട് തെറി വിളിക്കാനും അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാനും ഈ 2 കൂട്ടരും തന്നെ കയറുന്നുള്ളൂ. അത് ചിലപ്പോൾ ഇനിയും കയറുമായിരിക്കും. അതൊക്കെ ബെനിഫിറ്റ് അവർക്ക് തന്നെയാണ്. ആൻഡ് എത്രയും കൂടുതൽ ആളുകൾ റിയാക്ഷൻ ചാനലിൽ അവരുടെ പേര് ഉപയോഗിക്കുന്നോ, എത്രയും കൂടുതൽ കമൻറ്റിൽ അവരുടെ പേര് വരുന്നു, എത്രയും ഹാഷ്ടാഗിൽ അവരുടെ പേര് കയറുന്നു, അത്രയ്ക്ക് അത്ര ട്രാക്ഷൻ അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും രേണു സുധി അവരുടെ വ്യൂവർഷിപ്പിനെ കണ്ടൻറ്റ് മിൽക്ക് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിനെ മിൽക്ക് ചെയ്താണ് റിയാക്ഷൻ ചാനൽസ് ജീവിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഇതിനൊരു അന്ത്യം വരണം. ഇത് നിർത്തലാക്കണം എന്നാണ് ഇതിന് മെറ്റയ്ക്കും പറ്റുന്ന പരിപാടിയില്ല. മെറ്റയും കൂടുതലായിട്ട് സെർച്ച്, അതിനകത്ത് ആവറേജ് വ്യൂ, അതുപോലെ ടാഗ്, മനസ്സിലായോ, ക്ലിക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് രേണു സുധി മെറ്റയ്ക്കും ബെനിഫിറ്റുള്ള സാധനമാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അതും അവർ ബ്ലോക്ക് ചെയ്യാൻ പോകണില്ല. കൂടുതൽ ത്രോ കൊടുക്കുകയുള്ളൂ അവർ, മെറ്റയാണെങ്കിൽ പോലും. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നത് സ്കിപ്പ് അടിക്കുക, കമൻ്റ് ഇടാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് 3 ഡോട്ട് അടിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ച് വിടുക. അത്രേ ചെയ്യാനുള്ളൂ ഇതിനകത്ത്. ഓക്കെ. അല്ലാതെ പ്രത്യേകിച്ച് രേണു സുധി പൈസ ഉണ്ടാക്കിയെന്നോ സബ്സ്ക്രിപ്ഷൻ വെച്ചുവെന്നോ കാണിച്ചു എന്നൊന്നും പറഞ്ഞ കാര്യമായിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുമ്പോൾ രേണു സുധി ഒന്നും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി മറ്റേ സ്റ്റോറീസ് ഓഫ് സാറയുടെ അത്ര തന്നെ വളരാം. എന്നാലും അവർക്ക് കാശാണ് കിട്ടുന്നത്. കാണിച്ചോട്ടേ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാണിക്കാത്ത നാടൊന്നുമില്ലല്ലോ ഇത്. കുട്ടികൾ വഴി തെറ്റുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കുട്ടികൾ വഴി തെറ്റും. കുട്ടികൾ എന്ത് വഴി തെറ്റുന്നത്? ഈ രേണു സുധിനെ കണ്ടിട്ടോ കുട്ടികൾ വഴി തെറ്റുന്നത്? കുട്ടികൾക്ക് വഴി തെറ്റാണെങ്കിൽ ഇഷ്ടംപോലെ വഴികളുണ്ട് വഴി തെറ്റാൻ. അതിന് രേണു സുധീൻ്റെ ആവശ്യമൊന്നുമില്ല. വലിയവരുടെ വഴിത്തെറ്റലിനെ കുറിച്ച് നിങ്ങൾ പറയുന്നെങ്കിൽ പറഞ്ഞു. അങ്ങനെ കുറച്ച് വലിയവരാണ് ഈ ഫേസ്ബുക്ക് കടന്നിട്ട് രേണു സുധിക്ക് ഇട്ട് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്.